السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ചില വ്യക്തികളുണ്ട്, അവരെ കാണുമ്പോൾ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിചാരം, അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം, ആഖിറത്തെക്കുറിച്ചുള്ള വിചാരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അത്തരം ആളുകൾ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് അങ്ങേയറ്റം ഇബാദത്തുകൾ ചെയ്ത് റബ്ബിനെ ഭയപ്പെട്ട് അവരുടെ സമയങ്ങളൊക്കെ അള്ളാഹ് എന്ന ചിന്തയിലായി ജീവിക്കുന്ന ആളുകൾ, വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ കൃത്യമായി ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുത്തുകൊണ്ട്, എല്ലാവരും സുഖനിദ്രയിൽ കഴിയുമ്പോൾ അതല്ലെങ്കിൽ ഭൗതികമായ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ കിട്ടിയ സമയം റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ, എൻ്റെ ആഖിറത്തിൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ എൻ്റെ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ആ അവസരത്തിൽ ഈ പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അങ്ങനെ ആ ചിന്തയിലായി ജീവിച്ച് റബ്ബിനെക്കുറിച്ച് ആലോചിച്ച് പൊട്ടിക്കരയുന്ന എത്രയോ ആളുകൾ. അള്ളാഹുവിനെക്കുറിച്ച് അവർ ഈ ചിന്തയിലായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഈമാനിൻ്റെ പ്രഭ, ഈമാനിൻ്റെ പ്രകാശം, ആ ഈമാനിൻ്റെ വെളിച്ചം അവരുടെ മുഖത്ത് ഇങ്ങനെ പ്രസരിക്കും. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കാഴ്ചയിൽ കാണാൻ ഭംഗിയില്ലാത്ത ആളുകളാണെങ്കിലും പക്ഷേ അവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറില്ലേ? റബ്ബേ, എനിക്കും അവരെ പോലെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അവരെത്രയാണ് കൃത്യമായി ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നു. അതേവരെ ആലിമീങ്ങളാണെങ്കിൽ അവരതാ ഇൽമുമായി ശുഗലാകുന്നു, ദർസ് നടത്തുന്നു, മറ്റു ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നു. അന്നേരക്ക് വലിയ പ്രതിഫലങ്ങൾ അവർ വാരിക്കൂട്ടുന്നു. എനിക്കതിന് കഴിയുന്നില്ലല്ലോ. അള്ളാഹ്, അദ്ദേഹമൊക്കെ എത്ര വലിയ ഭാഗ്യം ലഭിച്ച ആളാണ്. അള്ളാഹു നിന്നെക്കുറിച്ച് കൂടുതൽ സമയം ഓർക്കാനും നിനക്ക് ഇബാദത്തുകൾ ധാരാളം ചെയ്യാനൊക്കെ അവസരം ലഭിച്ചവരെ പോലെ എനിക്കും ആകണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ചില ആളുകൾ കാണുമ്പോൾ കടന്നു വരാറില്ലേ? അവരാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ, ഏറ്റവും ശ്രേഷ്ഠവാന്മാരെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബി ഖിയാരിക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാരാണ്, ഏറ്റവും ഉത്തമന്മാരാരാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബത്ത് പറയുന്നുണ്ട്, ബലാ യാ റസൂലല്ലാഹ്, നബിയെ പറഞ്ഞു തരൂ, ഞങ്ങൾക്കും അതുപോലെ ആവണം, ഞങ്ങൾക്ക് അവർ അറിയണം എന്ന നിലക്ക് സഹാബത്ത് പറയുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലദീന ഇദാ റഔ ദുക്റല്ലാഹു അസ്സ വജൽ, അവർ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ കാണുമ്പോൾ തന്നെ, അവർ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അള്ളാഹു നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി സാധിക്കും. അള്ളാഹുവിനെക്കുറിച്ച് ചിന്തയായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അത്തരം ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമവാന്മാർ, ശ്രേഷ്ഠവാന്മാരാണെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ആ ഒരവസ്ഥയിലേക്ക് നമുക്കും എത്താൻ വേണ്ടി കഴിയണം. ഭൗതികതയേക്കാൾ നമ്മൾ ആഖിറത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് കിട്ടുന്ന സമയങ്ങളൊക്കെ നാം അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാൻ, ഖുർആൻ ഓതിക്കൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, റബ്ബിൻ്റെ മുമ്പിൽ ദുആ ഇരുന്നു കൊണ്ടൊക്കെ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈമാനും അത് കാരണം വർദ്ധിക്കാനും അത് കാരണമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളുടെ വഴിയിൽ അവർ ജീവിക്കുന്ന ആ മാർഗത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയോടുകൂടെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കാമെന്നുള്ള ആ ബോധത്തോടുകൂടെ ജീവിതം നന്നാക്കി എല്ലാ അർത്ഥത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.